ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CCB ഗൈഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പാണ്. നമ്മുടെ PSCയുടെ എക്സാം ആണെങ്കിലും അല്ലെങ്കിൽ CSCBയുടെ എക്സാം ആണെങ്കിലും നമുക്ക് മസ്റ്റായിട്ട് ഒരു മാർക്കിന് ഈ ഒരു ടോപ്പിക്കിന് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിലെല്ലാം നമുക്ക് കാണാം ഒരു മാർക്കിന് ഈ ഒരു ടോപ്പിക്കിന് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഏപ്രിലിൽ അപ്പെക്സ് സൊസൈറ്റീസിൻ്റെ LD ക്ലർക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ KRFEDലെ ക്യാഷ്യർ വരുന്നുണ്ട്. അപ്പോൾ ആ എക്സാമൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യാം. നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കതും എഴുതാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അതിനകത്ത് ഡെറ്ററും ക്രെഡിറ്ററും എന്തൊക്കെയാണെന്ന് നോക്കാം. കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഒന്ന് സിമ്പിളായിട്ട് പറയാം. ഡെറ്റർ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരാളിൽ നിന്ന് കാശ് വാങ്ങിച്ചു, അപ്പം ഞാനാണ് അയാൾക്ക് കൊടുക്കാനുള്ളത്. A എന്ന് പറയുന്ന വ്യക്തി Bയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ A എന്ന് പറയുന്ന വ്യക്തിയാണ് ആ എമൗണ്ട് തിരിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ഡെറ്റർ ആരാണ്? A എന്ന് പറയുന്ന വ്യക്തിയാണ്. അതാണ് ഡെറ്റർ. എ ഡെറ്റർ ഈസ് എ പേഴ്സൺ ഓർ ബിസിനസ് ദാറ്റ് ഓസ് മണി ടു അനദർ പേഴ്സൺ ഓർ ബിസിനസ്. അപ്പോൾ ഒരാൾ വേറൊരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ആ കൊടുക്കാനുള്ള വ്യക്തിയാണ് എന്തെന്ന് പറയുന്നത്? ഡെറ്റർ എന്ന് പറയുന്നത്. ഇനി ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ A എന്ന് പറയുന്ന വ്യക്തി Bയിൽ നിന്നും കുറച്ച് ക്യാഷ് കടം വാങ്ങുകയാണ്. അപ്പോൾ A എന്ന് പറയുന്ന വ്യക്തി അവിടെ കൊടുക്കാനുള്ള ആളാണ്. തിരിച്ച് കൊടുക്കേണ്ടത് ആരാണ്? A ആണ്. ആർക്കാണ് കൊടുക്കേണ്ടത്? Bക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ B ആണ് കിട്ടാനുള്ള ആൾ. അപ്പോൾ B ആണ് അവിടെ ക്രെഡിറ്റർ. അപ്പോൾ ഈ തുടക്കക്കാർക്കാണെങ്കിലൊക്കെ ഈ ക്രെഡിറ്ററും ഡെറ്ററും ഒക്കെ എപ്പോഴും തിരിഞ്ഞു പോവാം. പക്ഷെ നമുക്ക് എന്താണ്, ഇപ്പോൾ ഒരുവിധം പഠിച്ച എല്ലാവർക്കും അറിയാം ക്രെഡിറ്റർ എന്താണ്, ഡെറ്റർ എന്താണ്. എന്തായാലും നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊന്ന് സിമ്പിളായിട്ട് പറയുന്നതേ ഉള്ളൂ. Creditor is an individual or institution that extends credit to another party to borrow money, usually by a loan agreement or a contract. അപ്പോൾ നമ്മളൊരു ലോണായിട്ടോ അല്ലെങ്കിൽ എഗ്രിമെൻ്റ് ആയിട്ടോ എന്തെങ്കിലും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കിട്ടാനുള്ള ആളാരാണോ അയാളാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് പറയുമ്പം ആരാണ്, ബാങ്കാണോ ക്രെഡിറ്റർ അല്ലെങ്കിൽ കസ്റ്റമറാണോ ക്രെഡിറ്റർ, അങ്ങനെ കൺഫ്യൂഷൻ വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആർക്കാണോ കിട്ടാനുള്ളത് അയാളാണ് ക്രെഡിറ്ററും ആരാണോ കൊടുക്കാനുള്ളത് അയാളാണെന്ത് ഡെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഏതൊക്കെയാണ് ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ്, ഏതൊക്കെ ടൈപ്പാണെന്ന് നോക്കാം. ഫസ്റ്റ് ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ഉണ്ട്, അതുപോലെ ക്രെഡിറ്റർ ഡെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ട്, ബെയിലി ബെയിലറുണ്ട്, ട്രസ്റ്റി ബെനിഫിഷ്യറി ഉണ്ട്, ഏജൻറ്റ് പ്രിൻസിപ്പാൾ ഉണ്ട്, അതുപോലെ ലെസ്സർ ലെസ്സി ഉണ്ട്. അപ്പോൾ ഇത്രയും റിലേഷൻഷിപ്പ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഡെറ്റർ ക്രെഡിറ്റർ എന്താണ്, ക്രെഡിറ്റർ ഡെറ്റർ എന്താണ്, അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്. കസ്റ്റമർ ഡെപ്പോസിറ്റ് മണി. ഇപ്പോൾ കസ്റ്റമർ ബാങ്കിലേക്ക് വന്നു, ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, ഒരു 10,000 രൂപ അക്കൗണ്ടിലേക്ക് ഇട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ കസ്റ്റമർ ആരായ അവിടെ? കസ്റ്റമർ കൊണ്ടുവന്ന് ക്യാഷ് ബാങ്കിന് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം കസ്റ്റമർ അവിടെ ക്രെഡിറ്ററും ബാങ്കറാണ് എന്ത് ചെയ്യേണ്ടത്? തിരിച്ച് ഈ എമൗണ്ട് 10,000 രൂപ കസ്റ്റമർ ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാൻ ചോദിക്കുന്ന സമയത്ത് തിരിച്ചു കൊടുക്കേണ്ട ആരാണ്? ബാങ്കറാണ്. അപ്പോൾ ബാങ്കർ അവിടെ ഡെറ്ററും കസ്റ്റമർ അവിടെ എന്തായി? ക്രെഡിറ്ററുമായി. വളരെ സിമ്പിളാണല്ലോ കാര്യം. അതായത് കസ്റ്റമർ ബാങ്കിലേക്ക് കൊടുത്തു, അപ്പോൾ കൊടുത്തതാരാണ്? കസ്റ്റമർ. അതുകൊണ്ട് കസ്റ്റമർ ക്രെഡിറ്ററും ബാങ്കർ ഡെറ്ററുമായി. ഇനി അടുത്തത് ക്രെഡിറ്റർ ഡെറ്റർ റിലേഷൻഷിപ്പ്. കസ്റ്റമർ ബോറോ ലോൺ, അതായത് കസ്റ്റമർ ബാങ്കിൽ ചെന്നൊരു ലോൺ എടുത്തു. അപ്പോൾ അവിടെ ആരാണ് ലോൺ കൊടുക്കുന്നത്? കസ്റ്റമറിന് ലോൺ കൊടുക്കുന്നത് ബാങ്കറാണ്. അപ്പോൾ ബാങ്കർക്കാണല്ലോ തിരിച്ചു കൊടുക്കേണ്ടത്. അപ്പം കിട്ടാനുള്ളത് ആരാണ്? ബാങ്കർ. അപ്പോൾ ബാങ്കർ അവിടെ ക്രെഡിറ്ററും കസ്റ്റമർ അവിടെ ഡെറ്ററുമായി മാറി. അപ്പോൾ തിരിച്ചു. അപ്പോൾ കസ്റ്റമർ കൊടുക്കുമ്പോഴും കസ്റ്റമർ തിരിച്ചെടുക്കുമ്പോഴും റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നു? അതിങ്ങനെ തന്നെ പറയണം. കസ്റ്റമർ എന്താണ് അല്ലെങ്കിൽ ഡെറ്റർ എന്താണെന്ന്, അതായത് ചോദിക്കുമ്പം ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താണ് അല്ലെങ്കിൽ കസ്റ്റമർ ബാങ്കർ റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഡെറ്റർ ക്രെഡിറ്റർ എന്നുള്ളത് അങ്ങനെ പറയണം. അല്ലെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റർ ഡെറ്റർ എന്ന് തിരുത്തിയും പറയണം. വെച്ചാൽ അങ്ങനെ നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും. ക്രെഡിറ്റർ ഡെറ്റർ ആണെന്നോ അല്ലെങ്കിൽ ഡെറ്റർ ക്രെഡിറ്റർ ആണെന്നോ ചോദിക്കും. അപ്പം ഏതാണെന്ന് നോക്കി ബാങ്കർ കസ്റ്റമർ എന്നുള്ള ആ ഒരു പോയിൻ്റ് എങ്ങനെയാണോ അവരവിടെ സ്പെസിഫൈ ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആൻസർ തെറ്റിപ്പോവും. അടുത്തത് ബെയിലി ബെയിലർ റിലേഷൻഷിപ്പാണ്. കസ്റ്റമർ ഡെപ്പോസിറ്റ് ജുവൽസ്. കസ്റ്റമർ ജുവൽസ് കൊണ്ടുവന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. സേഫ് കസ്റ്റഡി അങ്ങനത്തെ ഒരു ഇതിൽ എന്ത് ചെയ്യാം? ബാങ്കിൽ കൊണ്ടുവന്നിട്ട് ജുവൽസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താവും? ബാങ്കർ ആസ് എ ബെയിലിയും കസ്റ്റമർ എന്താണ്? ബെയിലറും ആകും. അതായത് കസ്റ്റമർ ബെയിലറും ബാങ്കർ ബെയിലിയാണ്. അത് ചോദിക്കുമ്പം ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ബെയിലി ബെയിലർ എന്ന് പറയണം.
അല്ലെങ്കിൽ കസ്റ്റമർ ബാങ്കർ റിലേഷൻഷിപ്പാണ് ചോദിക്കുന്നതെങ്കിൽ ബെയിലർ ബെയിലി റിലേഷൻഷിപ്പ് എന്നും പറയണം. അടുത്ത റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റി ബെനിഫിഷ്യറിയാണ്. സെക്യൂരിറ്റീസ് ഓർ അതർ വാല്യുബിൾസ് ഫോർ സേഫ് കസ്റ്റഡി. അപ്പോൾ സെക്യൂരിറ്റീസോ അങ്ങനെയുള്ള അതർ വാല്യുബിൾസാണ് സേഫ് കസ്റ്റഡിക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ കൊണ്ടുവന്ന് കസ്റ്റമർ വെക്കുകയാണ്. അപ്പം നമ്മൾ കസ്റ്റമർ എന്ത് ചെയ്യാണ്, ബാങ്കിനെ വിശ്വസിച്ചാണല്ലോ. അപ്പോൾ നമ്മൾ സേഫ് കസ്റ്റഡിയാണ്, നമ്മുടെ സെക്യൂരിറ്റീസും അതുപോലെയുള്ള വാല്യുബിൾ സാധനങ്ങൾ സേഫായിട്ട് വെക്കാനാണ് ബാങ്കിൽ കൊണ്ട് കൊടുക്കുന്നത്. നമ്മൾ ബാങ്കിനെ ട്രസ്റ്റ് ചെയ്യുകയാണ് അവിടെ, അത് ബാങ്ക് സൂക്ഷിക്കുകയാണ്. ഇപ്പോൾ ബാങ്കർ ആരാണ് അവിടെ, ട്രസ്റ്റ് ചെയ്യും. അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന ആർക്കാണ്, കസ്റ്റമറാണ്. അപ്പം ബെനിഫിഷ്യറി എന്ന് പറയുന്നത് കസ്റ്റമറുമാണ്. ട്രസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ നമുക്ക് പഠിക്കാം. എന്താണ്, ബാങ്കർ ട്രസ്റ്റ് ചെയ്യും, കസ്റ്റമർ ആരാണ് അവിടെ, ബെനിഫിഷ്യറിയാണ്. ഇവിടെയും സ്പെസിഫൈ ചെയ്ത് തന്നെ നമ്മൾ നോക്കണം. അതായത് ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ട്രസ്റ്റി ബെനിഫിഷ്യറിയും, കസ്റ്റമർ ബാങ്കർ റിലേഷൻഷിപ്പ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ബെനിഫിഷ്യറി ട്രസ്റ്റി, അങ്ങനെയും നമ്മൾ തിരിച്ചത് രണ്ടും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, അത് തിരിഞ്ഞു പോകാതെ. അടുത്തതെന്ന് പറഞ്ഞാൽ ഏജൻറ്റ് പ്രിൻസിപ്പാൾ റിലേഷൻഷിപ്പാണ്. അണ്ടർടേക്ക് ഏജൻസി സർവീസസ്, അതായത് ഇപ്പോൾ നമ്മുടെ ബില്ലുകൾ പേയ്മെൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ചെക്കുകൾ ബാങ്ക് കളക്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള ഏജൻസി സർവീസുകളാണ് ബാങ്ക് ചെയ്യുന്നതെങ്കിൽ ആരാണത് ചെയ്യുന്നത്, നമ്മളൊരു ഏജൻറ്റിനെ ഏൽപ്പിക്കുകയാണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ അവിടെ നമ്മൾ കസ്റ്റമർ ഏൽപ്പിക്കുന്ന ആരാണ്, ബാങ്കിനെയാണ്. അപ്പോൾ ബാങ്കർ അവിടെ ഏജൻറ്റും കസ്റ്റമർ അവിടെ പ്രിൻസിപ്പാളും ആവുന്നു. മനസ്സിലായല്ലോ. അടുത്തതെന്ന് പറഞ്ഞാൽ ലെസ്സർ ലെസ്സി റിലേഷൻഷിപ്പാണ്. ലെസ്സർ ലെസ്സി എന്ന് പറയുമ്പോൾ സേഫ് ഡെപ്പോസിറ്റ് ലോക്കറാണ്. അവിടെയും സേഫ് ഡെപ്പോസിറ്റ് ലോക്കറാണ് ഉദ്ദേശിക്കുന്നത്. മറ്റേ നമ്മൾ സേഫ് കസ്റ്റഡിയാണ് പറഞ്ഞത്, ഇത് സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ എല്ലാണല്ലോ. അപ്പോൾ എന്താണ്, ലെസ്സർ ലെസ്സി എല്ല് വെച്ച് കണക്ട് ചെയ്യാം, പഠിക്കാനുള്ള എളുപ്പത്തിന് പറഞ്ഞതാണ്. ഡെപ്പോസിറ്റ് ലോക്കർ ആവുമ്പം ലെസ്സർ ലെസ്സി, ബാങ്കറാസ് ലെസ്സറും കസ്റ്റമർ എന്താവുന്നു, അവിടെ ലെസ്സി ആവുന്നു. നെക്സ്റ്റ് നമ്മൾ വിട്ടുപോയാണ് ഒരു പോയിൻ്റ്, പോണർ. കസ്റ്റമർ പ്ലഡ് ഗുഡ്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ്. കസ്റ്റമർ ബാങ്കിലേക്ക് ഗുഡ്സ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് എന്താണ് പ്ലഡ്ജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബാങ്കർ എന്താണ്, പോണിയും കസ്റ്റമർ പോണറും ആണ്. അപ്പോൾ ഇവിടെയും ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ചോദിക്കുകയാണെങ്കിൽ പോണർ എന്ന് പറയണം. അല്ലെങ്കിൽ കസ്റ്റമർ ബാങ്കർ റിലേഷൻഷിപ്പ് എന്താണ് ചോദിച്ചാൽ പോണി എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് എക്സാമിന് ചോദിക്കുന്ന റിലേഷൻഷിപ്പുകൾ. ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പിൽ ഇത്രയും പോയിൻറ്റുകളാണ് ചോദിക്കുക. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. അപ്പം ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാങ്കർ കസ്റ്റമർ അല്ലെങ്കിൽ കസ്റ്റമർ ബാങ്കർ ആ ഒരു പോയിൻ്റ് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ആൻസർ ചെയ്യാൻ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റുത്തരമായിരിക്കും. നമ്മൾ പെട്ടെന്ന് കാണുമ്പം ഏതാണോ നമുക്ക് ഉത്തരം അറിയാമെങ്കിൽ അത് വെച്ചെങ്കിൽ ചെയ്യും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം അതെങ്ങനെയാണ് റിലേഷൻ. ഇപ്പം പോണറാണോ അല്ലെങ്കിൽ ലെസ്സർ ലെസ്സി അങ്ങനെ വരുന്നത് കറക്റ്റായിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കണം. ഇതൊരു കുഞ്ഞു ടോപ്പിക്കാണ്, എന്നാൽ കൂടെ നമുക്ക് ഒരു മാർക്ക് ഷുവറാണ്. ഇതിൽ നിന്ന് ഒരു മാർക്ക് ചോദിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് കിട്ടും. അതിന് വലിയ ഡൗട്ട് കാര്യങ്ങളൊന്നും ഇല്ലാതെ കിട്ടുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്